ഇവിടെ മുതലാണ് നമുക്ക് കാണാനുള്ളത്. സാധാരണ നമ്മുടെ നാട്ടിലെ മ്യൂസിയത്തിലൊക്കെ പോകുമ്പോൾ ഓരോന്നും പരിചയപ്പെടുത്തി കാണിക്കുമ്പോൾ ഇതിവിടെ കാണിക്കുന്നില്ല. കാരണം അതിനിടയിലൂടെ പോകുമ്പോൾ ഒളു ഉള്ളവരും ഒളു ഇല്ലാത്തവരും ഉള്ളത് കൊണ്ട്, ഖുർആനിലൊക്കെ തൊടാൻ സാധ്യതയുള്ളത് കൊണ്ട് അതിലേക്ക് ഇറക്കുന്നില്ല. ഓരോ വർഷവും പുതിയ പുതിയ കയ്യെഴുത്ത് കോപ്പി ഇവിടുത്തെ മദീനക്കാരനായ ഉസ്മാൻ ത്വാഹ എന്ന് പറയുന്ന ഒരു പ്രഗത്ഭനായ എഴുത്തുകാരൻ അറബി, ഒരിക്കൽ ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടിരുന്നു, അദ്ദേഹമായിട്ട് മീറ്റ് ചെയ്തിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കയ്യെഴുത്താണ് നമ്മുടെ ഈ ഖുർആനിലൊക്കെ കറക്റ്റായിട്ട് വരുന്നത്. ഓരോ വർഷവും പുതിയ കയ്യെഴുത്തുകൾ എഴുതിയിട്ട് അത് വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ ഒരു ചെറിയ അടയാളം പോലും വ്യത്യാസം വരാതിരിക്കുവാൻ വേണ്ടി 10 ഖുർആനിക വിദഗ്ധർ പരിശോധിച്ച് സീല് ചെയ്ത് അവസാനം കമ്പ്യൂട്ടർ പരിശോധനയ്ക്ക് വിധേയമാക്കി. അതിലും ഒരു തെറ്റ്, ഒരു പിഴവ്, ഒരളവ് വ്യത്യാസം പോലും വന്നിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷമേ പ്രിൻറ്റിങ്ങിനിടുകയുള്ളൂ. ഇപ്പോൾ കാണുന്ന ഏറ്റവും അത്യാധുനിക ഖുർആൻ പ്രിൻറ്റിങ്ങാണ് ഇതാ ഈ കാണുന്നത്. ഈ ഒരു വലിയ ഒറ്റ മെഷീനാണ് ഈ കാണുന്നത്. കണ്ടോ, അതിലൂടെ പ്രിൻ്റ് ചെയ്ത് വരികയാണ്. കേട്ടോ, ഓരോ പേജുകളല്ല, മുഴുവൻ പേജുകളും ഒരൊറ്റ റോളിലാക്കി. ഇതാണ് അതിൻ്റെ റോളുകൾ. അത് മുഴുവൻ ഇത് ഇങ്ങനെ പരിഭാഷയുടെ പ്രിൻറ്റിങ്ങായി കാണുന്നത്. അതങ്ങനെ പ്രിൻ്റ് ചെയ്ത് പോകാം നിമിഷം നേരം കൊണ്ട്. അത് ആ കാണുന്ന ഒറ്റ ഒരു ബസ്സിനേക്കാൾ വലിപ്പമുണ്ട്, ഒരു ട്രെയിനിൻ്റെ ഒരു ബോഗിയുടെ വലിപ്പമുണ്ട്. അത്രയുമേ കാണാനുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ നമ്മളിവിടെ വല്ല സൗദി രാജകുടുംബത്തിലൊക്കെ ജനിച്ചിരുന്നെങ്കിൽ ഇതിൻ്റെ അകത്തൂടെയൊക്കെ കയറി ഇറങ്ങാമായിരുന്നു. അതിനൊന്നും തൽക്കാലം പടച്ചവൻ ഭാഗ്യം കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് കാണാനെങ്കിലും ഭാഗ്യം കിട്ടിയല്ലോ, കണ്ട് പൊരുത്തപ്പെട്ടു പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.